ചില നായകന്മാർക്ക് ചേരാത്ത നായകന്മാരെ നമുക്ക് നോക്കാം, നടന്മാരെ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ തെറി വരുന്ന കണ്ടന്റുകളാണ്. തെറി വിളിക്കുമ്പോൾ ഒരു മിനിമം ഒരു എന്താ പറയുക, ഒരു മയത്തിലൊക്കെ വിളിക്കുക, തിരിച്ച് വിളിക്കാൻ നമുക്ക് തോന്നുകയല്ല. ഈ ഒരു മയത്തിലൊക്കെ ആണെങ്കിൽ ഇതിലാദ്യമായിട്ട് വരുന്നത് ധനുഷാണ്. ധനുഷ് നയൻതാരയ്ക്ക് ചേരുന്ന ഒരു നടനല്ല. ധനുഷും നയൻതാരയും തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസം നമുക്ക് തോന്നും. നയൻതാരയ്ക്ക് പ്രായ കൂടുതൽ തോന്നും. നയൻതാര വലിയൊരു പെണ്ണാണ്, ഈ ധനുഷുമായിട്ട് അത്ര ചേർച്ച് തോന്നുന്നില്ല. നന്ദിനിക്ക് ചേരുന്നൊരു നടനല്ല ബാലചന്ദ്ര മേനോൻ. നന്ദിനി ആയിട്ടും അത്ര ചേർച്ച തോന്നില്ല. എന്നാൽ മോഹൻലാലിനും സുരേഷ് ഗോപിക്കൊക്കെ നല്ല ചേർച്ചയാണ് നന്ദിനി. ചിലർക്ക് ഈ ചേർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചിത്രങ്ങൾ ഇടുന്നത്. ഇവർ തമ്മിൽ നല്ല ഒരു ചേർച്ചയില്ലേ. ഇനി അടുത്തതായി ബാലചന്ദ്ര മേനോനും ശോഭനയും, ഇവർ തമ്മിൽ ചേർന്നതായിട്ട് എനിക്ക് ഒരു ചേർച്ച തോന്നിയിട്ടില്ല. ശോഭനയ്ക്ക് ചേരുന്നൊരു നടനല്ല ബാലചന്ദ്ര മേനോൻ. നിഖില വിമലിന് ചേരുന്നൊരു നായകനല്ല ദിലീപ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ദിലീപും നിഖില വിമലും ഒരു ചേർച്ചയും തോന്നിയിട്ടില്ല. പിന്നെയുള്ളത് അനശ്വര രാജനും ബിർസിൽ ജോസഫുമാണ്. ഇവർ തമ്മിൽ അത്ര ചർച്ച തോന്നില്ല. എന്തോ അനശ്വര രാജനുമായിട്ട് ഇത്ര ചർച്ച തോന്നില്ല. നവ്യ നായർക്ക് ചേർന്നൊരു നടനല്ല സൈജു കുറുപ്പ്. സൈജു കുറുപ്പും നവ്യ നായരും ഒട്ടും ചർച്ച തോന്നില്ല നായകന്മാരായിട്ട്. മാധുവിന് ചേരുന്നൊരു നായകനല്ല സുധീഷ്. അതുപോലെ മഞ്ജു വാര്യർക്ക് ചേരുന്നൊരു നടനല്ല അബ്ബാസ്. അബ്ബാസും മഞ്ജു വാര്യരും അത്ര ചേർച്ച തോന്നിയിട്ടില്ല. ബിജു മേനോനൊക്കെ നല്ലതാണ് മഞ്ജു വാര്യർക്ക് നായകനായിട്ട്. പിന്നെ ഉള്ളത് കാവ്യമാധവനും വിജയ് ബാബുവാണ്. വിജയ് ബാബു കാവ്യമാധവന് ചേരുന്നൊരു നടനല്ല. ഈ വിജയ് ബാബുവിനെ ഓർക്കുമ്പോൾ ചിരി വരും. പിന്നെ ഉള്ളത് അനൂപ് മേനോനാണ്. അനൂപ് മേനോനും ഭാവനയും ചേർന്നായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും പറയാം. അതുകൊണ്ട് തെറിയുടെ അഭിഷേകമായിരിക്കും ചിലപ്പോൾ എനിക്ക്.